തേന്മാവിൻ കൊമ്പത്ത് ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. കവിൻ, നില, ഞങ്ങൾ എല്ലാവരും ഒളിച്ചു കളിക്കായിരുന്നു. അപ്പോ നില പാവം അറിയാതെ ഒളിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ദൂരെ എവിടേക്കോ പോയെന്ന് തോന്നുന്നു. പോയപ്പോ കല്ലിൽ കാലൊടക്കി സ്ലിപ്പായി അവൾ ആ കുഴിയിലേക്ക് വീണുപോയി. എന്റെ മോള് ഒരുപാട് മണിക്കൂറുകള് ആ കുഴിക്കകത്ത് എത്രയോ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോ എനിക്ക് കരച്ചിലടക്കാൻ പോലും പറ്റുന്നില്ല പ്രിയ. വിട്ടേക്ക് വിജയ്, കരയല്ലേ, മോളെ എണീക്കും. നടന്നതെല്ലാം ഒരു ചീത്ത സ്വപ്നമായിട്ട് കണ്ട് മറന്നേക്ക്. അങ്ങനെ എന്നെ കൊണ്ട് ഈ സംഭവം മറക്കാൻ പറ്റുമെന്ന് അറിയില്ല പ്രിയ. അല്ലെങ്കിൽ തന്നെ എന്റെ മരണം വരെ എന്റെ മനസ്സിൽ നിന്ന് പോവാത്ത ഒരു കാര്യം എന്റെ ജീവിതത്തിൽ നടന്നു കഴിഞ്ഞു. ഞാൻ എന്റെ മോനെ നഷ്ടപ്പെടുത്തിയിട്ട് അവനെക്കുറിച്ച് തന്നെ ചിന്തിച്ച് ഒരു ജീവശവമായിട്ടാ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വേണ്ടി ദൈവം ബാക്കി വെച്ചിട്ടുള്ളത് എന്റെ മോളെ നില മാത്രം. അവളെ ഞാൻ ഏർക്കടലിൽ നഷ്ടപ്പെടുത്തിയിരുന്നെങ്കിൽ പിന്നെ 7 ജന്മം കഴിഞ്ഞാലും ആ പാപം എന്നെ വിട്ടു പോവില്ലായിരുന്നു. മരിച്ചാലും ഞാൻ നരകത്തിലേ പോവായിരുന്നുള്ളൂ. അയ്യോ, എന്തോ ഭാഗ്യത്തിന് അവരെന്റെ മകളെ രക്ഷിച്ചു. അവിടെ കവിനും ഇല്ലായിരുന്നെങ്കിൽ എന്റെ മോൾക്ക് സംഭവിക്കുന്നത് എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. എന്തിനാ എന്റെ മക്കൾക്ക് മാത്രം ഇത്ര ക്രൂരമായ ഒരു അനുഭവം ആ ദൈവം കൊടുക്കുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നില എത്ര പേടിച്ചു പോയെന്നറിയാമോ? അവളെ തിരിച്ചു കിട്ടുമെന്ന് പോലും എനിക്ക് ആകെ സംശയമായിരുന്നു. പക്ഷെ തന്റെ ജീവൻ പണയം വെച്ച് അവരെന്റെ മോളെ രക്ഷിച്ചെടുത്തു. ജീവിതകാലം മുഴുവൻ ഞാൻ അവരോട് കടപ്പെട്ടിരിക്കും. വിജി, പോട്ടെ മോളെ. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചില്ലേ, അത് തന്നെ മനസ്സിൽ ചിന്തിച്ചോണ്ടിരുന്ന നമുക്ക് പിന്നെ ആ വിഷമത്തിൽ നിന്ന് കര കയറാനേ പറ്റില്ല. ഇപ്പൊ നിലമോൾക്കൊന്നും സംഭവിച്ചില്ലല്ലോ. നിന്റെ ആരോഗ്യം മോശം, അവിടെ ഇവിടെ മുറിവൊക്കെ പറ്റിയിട്ടില്ലേ. ഇത് എന്നെ ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കല്ലേ. നിനക്കാണെങ്കിലും നിലമോൾക്കാണെങ്കിലും ഒരിക്കലും ഒന്നും സംഭവിക്കില്ല. ഇനി ഇതുപോലുള്ള കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് മനസ്സിനെ വിശ്വസിപ്പിക്കാൻ. വിഷമിക്കല്ലേ മോളെ. വിജി, മോള് നല്ല ഉറക്കത്തിലാ. അവള് വെറുതെ ഡിസ്റ്റർബ് ചെയ്യണ്ട. നമുക്കെന്നാ ഹാളിലേക്ക് ഇരുന്നാലോ? വിജി, കണ്ണിന് പരിക്ക് പറ്റിയ കവിന്റെ അച്ഛന് ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് അറിയില്ലല്ലോ. ഞാനൊന്ന് അവരെ ഫോൺ ചെയ്ത് ചോദിക്കട്ടെ. ശരി അമ്മ. വിജി, നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. നിനക്ക് എന്തൊക്കെ വിഷമം വന്നാലും ദൈവം നിന്റെ കൂടെ തന്നെയുണ്ട്. നീ വെറുതെ ഓരോന്ന് ആലോചിച്ചു കൂട്ടണ്ട. വിക്രം, വേദന ഒരുപാട് കൂടുതലാണോ? അതെ അമ്മേ, വേദനയെക്കാളും നീറ്റില സഹിക്കാൻ പറ്റാത്തത്. കണ്ണിന് കൂടുതൽ സ്ട്രെയിൻ കൊടുക്കണ്ട. കഴിവതും കണ്ണ് അടച്ച് തന്നെ വെച്ചാൽ മതി കേട്ടോ. അപ്പോ പെട്ടെന്ന് തന്നെ ഭേദമായിക്കൊള്ളും. പിന്നെ മറ്റൊരു കാര്യം, വേദന കൂടുതലാണെങ്കിൽ മാത്രം ഞാൻ തന്ന ആ ടാബ്ലറ്റ് കഴിച്ചാൽ മതി, അല്ലാതെ കഴിക്കേണ്ട ആവശ്യം. ഓക്കെ ഡോക്ടർ. ഈ ഗുളികയാണ് വേദന ഉള്ളപ്പോ കഴിക്കേണ്ടത്. ഓക്കെ അല്ലേ? ഓ ശരി ഡോക്ടർ.